നിസാൻ, നഗരങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും വെച്ചിരിക്കുന്ന ഇതുപോലുള്ള വേസ്റ്റ് ബിന്നുകൾ കൃത്യമായ സമയത്ത് നീക്കം ചെയ്യാത്ത മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും രോഗങ്ങളും അമീബിക് ജ്വരം പോലുള്ള മാരകമായ രോഗങ്ങളും ഉണ്ടാകുന്നു. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഇന്നോവേറ്റീവായ നോവലായ മോഡൽ സ്മാർട്ട് മൊബൈൽ വേസ്റ്റ് ബിൻ. ഞാൻ ഈ മോഡലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പരിചയപ്പെടുത്താം. പ്രധാനമായും ഇതിൽ 2 യൂണിറ്റുകളാണ് ഉള്ളത്: സ്മാർട്ട് ബിൻ യൂണിറ്റും കൺട്രോൾ യൂണിറ്റും. സ്മാർട്ട് ബിൻ യൂണിറ്റിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കമ്പോണന്റുകളാണ് ലേസർ മൊഡ്യൂൾ, LDR മൊഡ്യൂൾ, ട്രാൻസ്മിറ്റിംഗ് മൊഡ്യൂൾ, ചാർജിംഗ് മൊഡ്യൂൾ, ബൂസ്റ്റർ മൊഡ്യൂൾ, സോളാർ പാനൽ. മുനിസിപ്പാലിറ്റിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റാണ് റിസീവർ മൊഡ്യൂൾ, അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആന്റിന, പിന്നെ ലൗഡ് സ്പീക്കർ. ഇതിന്റെ പ്രവർത്തനം ഞാൻ വിശദീകരിക്കാം. ലേസർ മൊഡ്യൂളിൽ നിന്നുള്ള പ്രകാശം LDR മൊഡ്യൂളിലെ LDR സ്വീകരിക്കുകയും അത് ശബ്ദമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ ശബ്ദത്തിന്റെ ഫ്രീക്വൻസി മോഡുലേഷൻ വഴി ട്രാൻസ്മിറ്ററിന്റെ സഹായത്തോടു കൂടി കൺട്രോൾ യൂണിറ്റിലേക്ക് എത്തിക്കുന്നു. കൺട്രോൾ യൂണിറ്റിലെ റിസീവറിന്റെ ആന്റിന ഈ ശബ്ദ തരംഗങ്ങളെ സ്വീകരിക്കുകയും അത് ലൗഡ് സ്പീക്കറിന്റെ സഹായത്തോടു കൂടി ഉച്ചത്തിലുള്ള ശബ്ദമായി പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. സ്മാർട്ട് ബിന്നിൽ വേസ്റ്റ് നിറഞ്ഞു കഴിയുമ്പോൾ ലേസർ മൊഡ്യൂളിൽ നിന്നുള്ള പ്രകാശം തടസ്സപ്പെടുകയും ശബ്ദം നിലയ്ക്കുകയും ചെയ്യുന്നു. ഇത് മുനിസിപ്പാലിറ്റിയിലുള്ള ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ എത്രയും വേഗം തന്നെ വന്ന് വേസ്റ്റ് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു ഉത്തമ പരിഹാരം ലഭിക്കുന്നു. ഇതിന്റെ വർക്കിങ്ങിലേക്ക് കിടക്കാം. ആളുകൾ വേസ്റ്റ് നിക്ഷേപിക്കുന്നു. വേസ്റ്റ് നിറഞ്ഞു കഴിയുമ്പോൾ ലേസർ മൊഡ്യൂളിൽ നിന്നുള്ള പ്രകാശം തടസ്സപ്പെടുകയും ശബ്ദം നിലയ്ക്കുകയും ചെയ്യുന്നു. ഇത് മുനിസിപ്പാലിറ്റിയിലുള്ള ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ എത്രയും വേഗം തന്നെ വന്ന് വേസ്റ്റ് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു ഉത്തമ പരിഹാരം ലഭിക്കുന്നു. സാർ, ഞങ്ങൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന നോവൽറ്റി എന്തെന്നാൽ ഈ മോഡലിന് വൈദ്യുതിയുടെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി സോളാർ എനർജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോളാർ എനർജി ഉപയോഗിച്ചതുകൊണ്ട് തന്നെ അമിതമായ കറന്റിന്റെ ഉപഭോഗം കുറയ്ക്കാൻ സാധിക്കുന്നു. മുനിസിപ്പാലിറ്റിക്ക് 1 കിലോമീറ്റർ ചുറ്റളവിലായി ഈ വേസ്റ്റ് ബിൻ നീക്കുകയോ സ്ഥാപിക്കുകയോ ചെയ്യാം. അതുകൊണ്ടാണ് ഇതിനെ മൊബൈൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. സോളാർ പാനലിന്റെ വർക്കിംഗ് കാണിച്ചു തരാം. സൂര്യനിൽ നിന്നുള്ള പ്രകാശം സോളാർ പാനലിലേക്ക് തട്ടുകയും സോളാർ പാനൽ വെച്ച് ലൈറ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുകയും ചാർജിംഗ് മൊഡ്യൂളിന്റെ സഹായത്തോടു കൂടി ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. ഈ എനർജിയാണ് ഇതിന്റെ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നത്.